പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വരുന്ന ഒരു അറിവ് പകരാനാണ് കേട്ടോ. കാരണം നമ്മൾ ഈ നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ ഏതെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ കടകളെ നമ്മൾ ആശ്രയിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി ഒരു സ്ഥാപനത്തിൽ മൊബൈൽ ശരിയാക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അതിൽ ആ ശരിയാക്കാൻ നിന്ന ഒരു പയ്യൻ കാണിച്ച വലിയൊരു ചെറ്റത്തരം ഉണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ അനുവാദം പോലും ചോദിക്കാതെ ഇതിലേക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പെൺകുട്ടിയുടെ മുഴുവൻ, അതായത് ഫോൺ ഹാക്ക് ചെയ്തു. ഈ പെൺകുട്ടി ഇതറിയുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഈ പെൺകുട്ടിയുടെ പ്രൈവസി, അതായത് ഈ പെൺകുട്ടി സ്വന്തമായിട്ട് മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ അതിൻ്റെ തന്നെ നമ്പറിലേക്ക് ചില രേഖകൾ അല്ലെങ്കിൽ അതിൻ്റെ കുറേയേറെ ഡേറ്റുകളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അതിന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതിലേക്ക് തന്നെ അയച്ചേക്കും. അപ്പോൾ ഇതിൽ പതിവില്ലാതെ നോക്കിയപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഒരു അൺനോൺ നമ്പർ കാണിക്കുകയും അത് കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് മൊബൈൽ കടയിൽ കൊടുത്തിരുന്ന അതിലുണ്ടായിരുന്നൊരു പയ്യൻ ഈ ഒരു ഫോണിൻ്റെ വിവരങ്ങൾ ഹാക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയായിരുന്നു. അന്ന് മുതൽ ഇവൻ ഇതിലേക്ക് വരുന്ന മെസ്സേജുകൾ കാണുന്നുണ്ട്. ഈ ഫോണിൻ്റെ സകല കാര്യങ്ങളും അവൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും ഈ മൊബൈലൊക്കെ കടകളിൽ കൊടുക്കാൻ പോകുമ്പോൾ അത് അറിയുന്ന നല്ല ആളുകളുടെ അടുത്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള ചതിക്കുഴികളൊക്കെ ഒളിഞ്ഞിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും സ്ത്രീകളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സിമ്മൊക്കെ ഊരി കൊടുക്കുക. കൂടാതെ ഈ ഇമെയിൽ ഐ ഡി തുടങ്ങിയ അതൊക്കെ എന്താ പറയുക, അതൊക്കെ നിങ്ങളുടെ പ്രൈവസിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി വയ്ക്കുക. അതിനൊക്കെ ശേഷം മാത്രമേ ഫോണൊക്കെ നന്നാക്കാൻ കൊടുക്കാവൂ. അതിൽ നിന്ന് പാസ്വേഡുകൾ കൈമാറാതിരിക്കുക. ബന്ധപ്പെട്ട മറ്റ് നമ്മുടെ അനുബന്ധ പാസ്വേഡുകളോ ഒന്നും ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കരുത്.